സംഘപരിവാറിന് ക്രിസ്ത്യാനികളെ കൊണ്ട് ആവശ്യമില്ല. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് സംഘപരിവാറിനെ കൊണ്ട്, ബി ജെ പി സർക്കാരിനെ കൊണ്ട് ആവശ്യമുണ്ട് അവരുടെ പല പല കാര്യങ്ങൾ നേടുന്നതിന്. പരിഹാസത്തിന്റെ സ്വരത്തിലായി പറയുന്നത്. RSS നേതാവ് കെ ഗോവിന്ദൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും കന്യാസ്ത്രീകളുടെ ഈ മാവോയിസ്റ്റ് ബന്ധത്തെക്കുറിച്ച് ചില സൂചനകളുണ്ട്. ഇവര് മാവോയിസ്റ്റുകളുമായി സഹകരിച്ചാണോ പ്രവർത്തിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച ഫാദർ സ്റ്റാൻസാമിയുടെ കാര്യം, അദ്ദേഹത്തെയും അറസ്റ്റിലാക്കിയത് ഈ ആരോപണം മുൻപിൽ നിർത്തിക്കൊണ്ടായിരുന്നു. അതായത് മാവോയിസ്റ്റ് ബന്ധമുണ്ട് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാ. അവസാനം അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടിയില്ല, ജയിലിൽ കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നു. ഇതെല്ലാം ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളെ മാവോയിസ്റ്റ് ബന്ധം എന്നൊക്കെ പറഞ്ഞ് കേസുകളിൽ കൊടുക്കുക, എന്നിട്ട് ജാമ്യം നൽകാതിരിക്കുക, അവരെ പീഡിപ്പിക്കുക, അവരെ നിശബ്ദരാക്കുക. ആ ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ കാര്യത്തില് സംഘപരിവാരം എടുത്തിരിക്കുന്നത്. വളരെ വ്യക്തമാണത്.